സലാമലൈക്കും. വാലേക്കും സ്ലാം. വരെ കേറി കയറാൻ നിൽക്ക. ഇരിക്കേ. പിന്നെന്താ വിശേഷങ്ങളൊക്കെ? സുഖമാണ്, അൽഹംദുലില്ലാ. പറയുക എന്താ രാവിലെ തന്നെ? ഞാനിപ്പോ കാലത്ത് തന്നെ ഇങ്ങോട്ട് പോകുന്നതേ, ഈ നേരത്ത് വന്നാലേ സലാമിനെ കാണുള്ളൂ എന്ന് എനിക്കറിയാം. പുറത്തു പോകണല്ലേ, അപ്പോ കാര്യങ്ങളൊക്കെ അറിയാലോ. മോളെ കല്യാണമാണ്, പൈസക്ക് ലേശം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സലാമ് എന്നൊന്ന് കാര്യമായിട്ട് സഹായിക്കണം. ഞാൻ ഒരു ലോണിന് കൊടുത്തിട്ടുണ്ടേ, അപ്പം അത് അടുത്ത മാസം ഇൻഷാ അല്ലാ കിട്ടും. കിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് തിരിച്ചു തരാൻ ചെയ്യാം. ഇൻഷാ അല്ലാ. നിങ്ങളത് കാര്യാക്കണ്ട, മോളെ കാര്യല്ലേ. നിങ്ങൾക്ക് എത്ര ആവശ്യം എന്നുള്ളതേ പറഞ്ഞാൽ മതി. അപ്പൊ ഈ കല്യാണമൊക്കെ ഉണ്ടാവുമ്പോഴത്തേനും ഞാൻ വീട്ടിൽ കണ്ടെത്തിക്ക. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ല കേട്ടാ. എന്നാ സലാമേ, ഇൻഷാ അല്ലാ ഞാൻ ഇറങ്ങട്ടെ. എന്നാ ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. ശരി, ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് കാണാം. ശരി ശരി ശരി. ഹംസേ, എവിടേക്ക് ഇത്ര തിരക്ക് പിടിച്ചു പോണ്? ഞാൻ റഹീംക്കാണ്. മൂപ്പര മകളെ കല്യാണല്ലേ, അപ്പൊ ഫുഡിന്റെ കാര്യം പറയാന്. റഹീംക്കാടെ മോളെ കല്യാണം എനിക്കും ഉണ്ട്. മൂപ്പര കാര്യം കുറച്ച് പരിതാപകരമാണ്. അല്ല, മൂപ്പർക്കൊരു മകനൊക്കെ അല്ലേ, എന്ത് ഇത്ര ബുദ്ധിമുട്ടായി? മൂപ്പർക്ക് ഒരു മോനും മോളാണ് ഉള്ളത്. മോൻ 2-3 പ്രാവശ്യം ഗൾഫിലൊക്കെ പോയി, ഒരു ജോലിയും ശരിയായില്ല. അതും കുറെ കടങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയി. പിന്നെ ആ വീടാച്ചെങ്കിൽ അതൊന്നും നന്നാക്കിയിട്ടില്ല, അതേപടിക്ക് എടുക്കുകയാണ്. പിന്നെ വിഷമങ്ങളുള്ളവർക്ക് എപ്പോഴും വിഷമങ്ങൾ തന്നെയല്ലേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ചെയ്യുക? ആ മോളുടെ കാര്യം എന്തായാലും നന്നായി നടക്കട്ടെ. പെൺകുട്ടികളുടെ കാര്യമൊക്കെ അവിടെ നടക്കും. എന്നാ ശരിട്ടാ. ഓക്കെ. മോംസേ കയറ്, ഇരിക്കി. കുറെ നേരമായി കാത്തിരിക്കും. ഇരിക്കി. എന്താ റഹീംക്ക വരാൻ പറഞ്ഞ്? കല്യാണൊക്കെ ആയില്ലേ? മോനെ നിസാറേ, നമ്മളെ കാറ്ററിംഗിന്റെ അംശമൊക്കെ വന്നിട്ടുണ്ട്. ഒന്നും കൂടെ വന്നേ പുറത്തൊക്കെ. ഉപ്പാ, ഇതല്ലേ നമ്മള് പറഞ്ഞ കാറ്ററിംഗിന്റെ അംശക്ക? മോനെ ഇത് തന്നെ അംശക്ക. ഇപ്പോ അംശേ, ഇപ്പോ നിങ്ങളെ ഫുഡിന്റെ ഒക്കെ കണക്കുകളൊക്കെ എങ്ങനെയാ? അപ്പൊ റഹീംക്ക എത്ര ആൾക്കാരെ പരിപാടിയാ? അതിപ്പോ അംശേ, നമ്മളെ കൊണ്ട് പാകില്ലെങ്കിലും നമ്മളെ അയൽക്കാര് കുടുംബക്കാരൊക്കെ വിളിക്കുമ്പോ ഒരു 100-500 ആവില്ലേ? റഹീംക്ക, ഇപ്പോഴത്തെ കാലത്ത് ചുരുങ്ങിയത് 1500-2000 ആൾക്കാരൊക്കെയാണ് കല്യാണത്തിനുള്ളത്. റഹീംക്കാക്ക് എന്ത് ഫുഡാണ് ഉദ്ദേശിക്കുന്നത്? നമുക്കിപ്പോ ഒരു ചിക്കൻ ബിരിയാണിയാണ് ഉദ്ദേശം. ഇതിനിപ്പോ എത്ര വരും? അല്ലോപ്പാ, ഒരു ചിക്കൻ ബിരിയാണി മാത്രം മതിയാ? റഹീംക്ക, ചിക്കൻ ബിരിയാണി മാത്രമാണെങ്കിൽ ഒരാൾക്ക് ഒരു 150 രൂപ വരും. സൈഡ് ബീഫ് റോസ്റ്റാ, ചിക്കൻ ബീഫ് ചില്ലി ഒക്കെ ആണെങ്കിൽ 250 രൂപ വരും. പിന്നെ അതിൽ കൂടുതലാണെങ്കിൽ 500, 600, 700, 800, 1000 വരെ ഒരാൾക്ക് വരുന്ന ഭക്ഷണമുണ്ട്. ഏതാ വേണ്ടി വെച്ചാ പറഞ്ഞോ. അതിപ്പോ അംശേ 500-1000 ഭക്ഷണം കൊടുക്കുന്ന ആള് അവര് പാകമുള്ളവരാണ്, അവര് കൊടുത്തോട്ടെ. പിന്നെ എന്റെ മോളെ കല്യാണം ഞാൻ കഴിച്ചു കൊടുക്കണതേ പലരും കടം മേടിച്ചിട്ടാ. ഒരംശക്കറിയോ, നമുക്ക് ഇത് മതി, ഒരു ചിക്കൻ ബിരിയാണി. അതിപ്പാ ചിക്കൻ ബിരിയാണി മാത്രം പോരാ. നമ്മളെ കാദറാജിയുടെ വീട്ടിലെ കല്യാണം, ഷംസുക്കാടെ പെങ്ങളെ കല്യാണത്തിനൊക്കെ എന്തായിരുന്നു ഫുഡ്? അപ്പൊ ഇത് നടക്കൂല, ചിക്കൻ ബിരിയാണി മാത്രം മതിയാവില്ല. മോനിപ്പോ എന്താ ഉദ്ദേശിക്കണത്? ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നതേ ഒരു ബീഫ് ബിരിയാണി, അതിന്റെ കൂടെ ഒരു ചില്ലി ചിക്കൻ, പിന്നെ 1-2 വെൽക്കം ഡ്രിങ്ക്സ്, ഒരു ഐസ്ക്രീം. ഇത്രയെങ്കിലും നമ്മള് ഇപ്പത്തെ കാലത്ത് കൊടുക്കണ്ടേ? ഇപ്പോ മോൻ പറഞ്ഞ ഭക്ഷണത്തിന് എത്ര വരും? അതിപ്പോ ഒരാൾക്ക് ബീഫ് ബിരിയാണി, ചിക്കൻ ചില്ലി, വെള്ളം, ഐസ്ക്രീം ഒക്കെ അടക്കം ഒരു 360 രൂപ വരും. അത് നമ്മളെ കൊണ്ടാവൂല അംശേ.
മോനെ നിസാറേ, ഉപ്പാനെ കൊണ്ട് പാകല്ലാണ്ടണ്ട. ആ പറഞ്ഞ ചിക്കൻ ബിരിയാണി തന്നെ മതി നമുക്ക്. ഒരു ചിക്കൻ ബിരിയാണിയാ? എന്നാ ഉപ്പാടെ ഇഷ്ടം പോലെ ചെയ്. ഹംസ ഇപ്പൊ ഇത് കണ്ടില്ലേ, ഞാന് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കണത് ഇഷ്ടമുള്ള ആളാണ്, കൊടുക്കണം എന്ന് ആഗ്രഹമുള്ള ആളുമാണ്. പക്ഷെ നമ്മളെ കൊണ്ട് മാർഗം വേണ്ടേ? കുട്ടികള് പറയുമ്പോഴും അവരെ മുഖം കാണുമ്പോഴും നമുക്ക് വിഷമുണ്ട്. എന്താ ചെയ്യാ?